നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് കലാകായിക മേഖലയിൽ പരിശീലനം നടത്തുന്നതിന്റെ വെളിച്ചത്തിൽ ഇനി മുതൽ മത്സര രംഗങ്ങൾക്ക് പങ്കെടുക്കാം എന്ന ധാരണയോടുകൂടി തന്നെ അതിനുവേണ്ടി രംഗപ്രവേശനം ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും. ഒരുപക്ഷെ അതിനൊരു പൂർണ്ണമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തുക അല്ലെങ്കിൽ പ്രചരിപ്പിക്കുക എന്നതൊക്കെ തന്നെ ചിങ്ങമാസം മുതൽ ഓഗസ്റ്റ് 17 ശേഷം മാത്രമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങളിലെല്ലാം ധ്രുവീകരണം നടത്തുകയും ഇനി മുതൽ പണം മുതൽ മുടക്കി വിപുലീകരിച്ചാൽ മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് വിപുലീകരിക്കാനുള്ള ഒരു ദീർഘകാല പദ്ധതികൾക്ക് വിഭാവനം ചെയ്യുവാനും അതിനുവേണ്ടി തുടക്കം കുറിക്കുവാനും അവസരം ഉണ്ടാകുന്നതുമാണ്. കാർഷികമായിട്ടുള്ള വിളകൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ഈ ഒരു മേഖല തുടരുവാൻ തീരുമാനിക്കും. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരം താമസത്തിനുള്ള അനുമതിക്ക് അപേക്ഷകൾ നൽകുവാനിടവരും. ഭരണ സംവിധാനത്തിലെ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മേലധികാരി മറ്റു വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിനാൽ പ്രത്യേക വിഭാഗത്തിന്റെ ചുമതലകൾ വന്നു ചേരുവാനിടയുണ്ട്. അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഏറ്റെടുക്കുന്നത് ഗുണകരമായി തീരുവാനും ഇതിന്റെ വെളിച്ചത്തിൽ ഒരു 6-7 മാസം ഈ ഒരു പ്രവർത്തന മണ്ഡലം അനുവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ മറ്റൊരു ബഹുരാഷ്ട്ര സ്ഥാപനത്തിൽ ഈ തസ്തികയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു പ്രവൃത്തി പരിചയം നേടുവാൻ ഉപകരിക്കും എന്നുകൂടി ആശ്വസിക്കേണ്ടതുമാണ്. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുവാനും അവലംബിക്കാനും അവസരം വന്നു ചേരും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. കഴിഞ്ഞ ഡിസംബറിലോ മാർച്ചിലോ ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്ത പലർക്കും, അതായത് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ഈ 2-3 മാസത്തിൻ്റെ ഉള്ളിൽ അതായത് അവധി ലഭിക്കുവാനും ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വന്നു പോകുവാൻ തക്കവണ്ണം അതിനു വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരം വന്നു ചേരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ സാധ്യത കാണുന്നുണ്ട്. ഏറ്റെടുത്ത കരാർ ജോലിയിൽ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി 9 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന നല്ല ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുന്ന പദ്ധതികൾ വന്നു ചേരുവാനിടയുണ്ട്. ആശ്രയമായിട്ടുള്ള ജീവിതം ഒഴിവാക്കി സ്വതന്ത്രമായിട്ടും സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാൻ അവസരം വന്നു ചേരും. ഉദ്യോഗം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൂചനകൾ ലഭിക്കുന്നതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ അതിനു വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കും. ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യാവസായികമായിട്ടുള്ള മേഖലകൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. കർമ്മമണ്ഡലങ്ങൾക്ക് കാലത്തിനനുസൃതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായുള്ള പ്രാർത്ഥനകളും പ്രവർത്തന ശൈലിയും മനസ്സമാധാനത്തിനും കൃതാർത്ഥതയ്ക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. സാഹസ പ്രവർത്തികളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കാൻ തക്കവണ്ണം അവരുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ഭൂമി കൈവശം വന്നു ചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വ്യവസ്ഥകളൊക്കെ അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ സഹോദരങ്ങൾക്ക് നിശ്ചിത സ്ഥലത്തുള്ള ഭൂമി വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വളരെ
ലോക്യത്തോടു കൂടി തന്നെ അതിനുവേണ്ടി തയ്യാറാകുവാനും സാധ്യതയുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. ചർച്ചകളും യാത്രകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. താമസിച്ചു വരുന്ന ഭൂമിയോട് അനുബന്ധമായിട്ടുള്ള ഭൂമി താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുവാനിടയുള്ളതിനാൽ നിക്ഷേപം എന്ന നിലയിൽ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനിടയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം, മറ്റു ചിലർക്ക് ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ, വേറെ ചിലർക്ക് ഗ്രഹത്തിൽ കയറിയാൽ വിമ്മിഷ്ടം ഉണ്ടാകുന്ന അവസ്ഥ, ഇങ്ങനെ പല സാഹചര്യങ്ങളെ കൊണ്ടും ഗ്രഹത്തിന്റെ അറ്റകുറ്റപ്പണികൾ വേണം എന്ന ധാരണയുണ്ട്. എന്നാൽ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം ഇതിന് പരിവർത്തനം ചെയ്താൽ പൂർണ്ണമായിട്ടും ഈ ദോഷങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രമേഹ, നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും ഭക്ഷണ ക്രമീകരണം, പ്രാണായാമം, യോഗ തുടങ്ങിയോടൊപ്പം തന്നെ ആധുനിക ചികിത്സയും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ സമാധാനപരമായിട്ട് ഔഷധം സേവിച്ചുകൊണ്ടും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടും ജീവിതത്തെ അനുവർത്തിക്കാൻ സാധിക്കും എന്ന ധാരണ പോലും ഉണ്ടാകുവാൻ പൂര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മ പദ്ധതികളായതുകൊണ്ട് കുടുംബ ചുമതലകളെല്ലാം തന്നെ മാതാപിതാക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരുവാനിടയുണ്ട്. ദമ്പതികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ദൂരദേശത്തേക്ക് ജോലി മാറ്റം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും യാത്രകൾ വേണ്ടിവരുവാൻ ഇടയുണ്ട്. വിദഗ്ധമായുള്ള ചികിത്സകളാൽ രോഗശമനം വന്നു ചേരുവാനും തൊഴിൽ മേഖലയിൽ സജീവമാകുവാനുമുള്ള അവസരം വന്നു ചേരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ലോക്യത്തോടുകൂടി തന്നെ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനോ വിഭാവനം ചെയ്യുവാനോ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ പണം മുതൽ മുടക്കാതെ മറ്റൊരാൾ പണം മുതൽ മുടക്കുന്ന സ്ഥാപനം നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കാൻ തക്കവണ്ണം ഉള്ള ചുമതലകൾ ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നിശ്ചിത ശമ്പളവും ലാഭശതമാന വിഹിതവും ലഭിക്കത്തക്ക വിധത്തിൽ ഉള്ള ഒരു കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് സർവാത്മനാ സ്വീകരിക്കാനും ഇനി മുതൽ അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ നിന്നും പിന്മാറുവാൻ തീരുമാനിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ ഭേദപ്പെട്ട രീതിയിൽ വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഇനിയും ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കും. എന്നാൽ ഒരു കർഷകന്റെ പൂർണ്ണ സഹകരണത്തോടുകൂടി മാത്രമേ വിജയം കൈവരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറെക്കുറെ തൃപ്തിയായിട്ടുള്ള കർഷകനെ കിട്ടുന്നതിന്റെ വെളിച്ചത്തിൽ തുടരുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടിയാണ് അവലംബിക്കുവാനിട വരുന്നത് എങ്കിൽ പോലും അതിൽ നിന്നും ചില സാരാംശങ്ങൾ സ്വീകരിക്കാമെന്നും ചില നിർദ്ദേശങ്ങളും ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള പദ്ധതികളും വന്നു ചേരും എന്ന ധാരണയോടുകൂടി തന്നെ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ചില ബന്ധുക്കൾക്ക് അകൽച്ച അനുഭവപ്പെടുവാൻ തക്കവണ്ണമുള്ള സംസാര രീതികൾ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ പ്രതികരിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക്, അപേക്ഷകൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. അമിത ആഹ്ലാദത്തോടു കൂടിയതായിട്ടുള്ള വിനോദയാത്ര അബദ്ധമായി തീരുവാനിടയുള്ളത് കൊണ്ട് പരമാവധി ഈ മാസത്തിൽ വാഹന ഉപയോഗത്തിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. പിതാവിന് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട്
ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഒരുപക്ഷെ തൊഴിൽ ക്രമീകരിക്കുക, അല്ലെങ്കിൽ അതിന് തക്കവണ്ണമുള്ള ഒരു ഗൃഹം വാങ്ങിക്കുക, ഏത് പ്രകാരത്തിലും അതിന് തക്കവണ്ണമുള്ള രൂപീകരണത്തിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയുള്ളവർക്ക് ആർജിക്കുവാൻ തക്കവണ്ണം നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. ഭൂമിക്രയ വിക്രയങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുവാനിടയുണ്ട്. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് സ്വീകാര്യത വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരവും അഭയവും നൽകുവാൻ അവസരം വന്നു ചേരുന്നത് വളരെ ഗുണകരമായി തീരും. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. വിവര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. സമാന ചിന്താഗതിയുള്ളവരുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലിക്ക് സാധ്യതയുണ്ട് എങ്കിൽ പോലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. തൊഴിൽ മേഖലകളിൽ പലവിധത്തിലുള്ള വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ അതിന് തത്തുല്യമായിട്ടുള്ള ജോലിക്കാരെ നിയമിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. വ്യക്തിത്വ വികസനത്തിന് സ്വയമേവ തയ്യാറാകുന്നത് വഴി പല കാര്യങ്ങളിലും സഹിഷ്ണുതയും ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബൃഹത് പദ്ധതികൾ ഉപേക്ഷിച്ച് ഹ്രസ്വകാല പദ്ധതികൾ സ്വീകരിക്കുവാനും എന്നാൽ സുഹൃത്തിന്റെ ഏറ്റെടുക്കുന്നതിന്റെ ചില ഉപവിഭാഗങ്ങൾ ഏറ്റെടുക്കുവാനുമുള്ള അവസരം സ്വീകരിക്കുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാത്തതിനാൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായ സാഹചര്യങ്ങളോ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് അന്വേഷിച്ചു പോകേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരും. വേറെ ചിലർക്ക് ജീവിത ചെലവ് അനുദിനം വർദ്ധിക്കുന്നത് വഴി മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോകാൻ തക്കവണ്ണമുള്ള അവസരത്തെ സ്വീകരിക്കാൻ പോലും ഈ ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.